താഴ്മയാണ് ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. അല്ല, എന്നെല്ലാവരും ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് വിചാരിക്കലല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ചില ഏജൻസികളുണ്ട്, ശൈഖാണെന്ന് പറഞ്ഞ് പലരെയും പരിചയപ്പെടുത്താനുള്ള ഏജൻസികളുണ്ട്. അവര് പലപ്പോഴും ജനങ്ങളെ പറ്റിക്കും. അവര് പറ്റിച്ചിട്ട് എന്ത് ചെയ്യും? ആലിമീങ്ങളെ ഒന്നും സ്വീകരിക്കണ്ട, അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയൊന്നും വേണ്ട, പിന്നെ നമുക്കെന്തിനാ സംഘടന എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരാലോചിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ്. അൽഹംദുലില്ലാഹ്, കേരളത്തിൽ നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ ഒരു പണ്ഡിത സഭയുടെ ഒരു എളിയ പ്രവർത്തകനാണ്. അതേ സമയത്ത് വേറെ ഒരു പണ്ഡിത സഭയുണ്ട്, അതും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സഭ തന്നെയാണ്. അതിലുള്ള ആലിമീങ്ങളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ടാകാം. എല്ലാം അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഖൽബിലേക്കാണ്. ഇഖ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിന് പ്രതിഫലം ഉണ്ടാകും. ഇഖ്ലാസ് ഇല്ലാതെ സ്ഥാനവും മാനവും കിട്ടാനാണോ അതിനനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ അതുണ്ടാകും. അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇഖ്ലാസാണ് ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ അത് വെറും എല്ലാ പ്രവർത്തനങ്ങളും ശവങ്ങളാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിലേ അതിന് ജീവനുള്ളൂ. പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ അതിന് ജീവനുള്ളൂ. മഹാനായ ഇമാം ഇബ്നു അത്താഇൽ സിക്കന്ദരി റളിയല്ലാഹു അൻഹു അതല്ലേ അവിടുത്തെ ഹിക്മയിൽ പറഞ്ഞത്, അൽ അമാലു സുവറുൻ ഖായിമത്തുൻ, പ്രവർത്തനങ്ങളെല്ലാം അമലുകളെല്ലാം ഒരു നിൽക്കുന്ന ബോഡികൾ മാത്രമാണ്, രൂപങ്ങൾ മാത്രമാണ്. വഅർവാഹുഹാ സിറുൽ ഇഖ്ലാസി ഫീഹാ, ആ പ്രവർത്തനങ്ങളുടെ ശരിയായ ആത്മാവെന്ന് പറയുന്നത് സിറുൽ ഇഖ്ലാസി ഫീഹാ, അതിൽ പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുക എന്ന രഹസ്യമാണ്. അതാണ് റൂഹ്. അതില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒന്നിലധികം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഈ സ്റ്റേജിലും സദസ്സിലും 2 സംഘടനകളിലും വെവ്വേറെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അല്ലാഹു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ.